ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 31. തെരഞ്ഞെടുപ്പ് ലാക്കിൽ തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരവി തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ BJP ഒന്നൊന്നായി പുറത്തെടുക്കുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന പ്രഖ്യാപനം, ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന പ്രചാരണം എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ അജണ്ടകൾ ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ്. രാജ്യത്തെയും ജനങ്ങളെയും വർഗീയമായി ചേരിതിരിക്കലാണ് ലക്ഷ്യം. 9.5 വർഷം കൊണ്ട് രാജ്യത്തിന്റെ സമസ്ത മേഖലയും തകർത്തെറിഞ്ഞ BJPക്ക് നേട്ടങ്ങളായി ഒന്നും അവകാശപ്പെടാനില്ലെന്ന പശ്ചാത്തലത്തിലാണ് വർഗീയ ധ്രുവീകരണത്തിലൂടെയും മതരാഷ്ട്രത്തിലൂടെയും വീണ്ടും അധികാരത്തിലെത്താനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. മോദിയുടെ ഭരണത്തിൽ പട്ടിണി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അസമത്വം എന്നിവയെല്ലാം അതിഭീകരമായി വർദ്ധിച്ചുവെന്നതാണ് യഥാർത്ഥ ചിത്രം. തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും നവരത്ന വ്യവസായങ്ങളും അടക്കം സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതി കർഷകരെയും തൊഴിലാളികളെയും ബുദ്ധിമുട്ടിക്കുന്ന ഉദാരവൽക്കരണം തീവ്രമാക്കി. മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ഒരു സുരക്ഷയുമില്ലാത്ത അരക്ഷിതാവസ്ഥ, പാർലമെന്ററി ജനാധിപത്യവും ഭരണഘടനയും അട്ടിമറിക്കാനുള്ള നീക്കം എന്നിവയാണ് BJP ഭരണത്തിൽ സംഭവിച്ചത്. ജനാധിപത്യ പാരമ്പര്യത്തെ, മതനിരപേക്ഷ അടിത്തറയെ പൂർണ്ണമായും നശിപ്പിച്ച BJPക്കെതിരെ ഉയരുന്ന ജനരോഷം പാർട്ടി നേതൃത്വത്തെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. 9 വർഷത്തിനിടെ രാജ്യത്തിന്റെ പൊതുകടം 50 ലക്ഷം കോടിയിൽ നിന്ന് 150 ലക്ഷം കോടിയായി വളർന്നു. 30 കോടി ജനങ്ങൾ വീണ്ടും പട്ടിണിയിലായി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള അതിശയോക്തികളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും നിറഞ്ഞ കണക്കുകൾ പബ്ലിക് റിലേഷൻ പരസ്യ കമ്പനികളുടെ കൺകെട്ട് വിദ്യകളുടെ സഹായത്തോടെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിലും പൊള്ളുന്ന നിത്യജീവിത യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഏശുന്നില്ല. ബാബറി മസ്ജിദ് തകർത്തും ഗുജറാത്തിൽ വംശഹത്യ നടത്തിയും ഹിന്ദുത്വ വർഗീയത പടർത്തി ആയിരക്കണക്കിന് ആളുകളുടെ ജീവനും ജീവിതവും ഇല്ലാതാക്കിയാണ് BJP അധികാരത്തിലെത്തിയത്. BJPയും മുൻഗാമിയായ ജനസംഘവും ഭരണഘടനാ അസംബ്ലിയിലും തുടർന്നിങ്ങോട്ടും പാർലമെന്റിനകത്തും പുറത്തും വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമിച്ചു പോന്നത്. RSS ആകട്ടെ സ്വതന്ത്ര പ്രക്ഷോഭത്തെ ഒറ്റുകൊടുക്കുകയും രാഷ്ട്രപിതാവിനെ വധിക്കുകയും ചെയ്ത് രാജ്യത്തോട് തെല്ലുപോലും കൂറില്ലെന്ന് പണ്ടേ തെളിയിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ആർജവം ജനിതകത്തിലില്ലാത്ത BJP അതിനാൽ വീണ്ടും തീവ്ര ഹിന്ദുത്വത്തെ ആശ്രയിക്കുന്നു എന്നതിൽ അതിശയമില്ല. അസത്യങ്ങൾ ആവർത്തിച്ച് സത്യത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നതിന് പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നു. അത് പ്രൊഫഷണൽ മികവോടെ പ്രചരിപ്പിക്കുന്നതിന് ആയിരക്കണക്കിന് ഗീബൽസുമാരുടെ ചാതുര്യമുള്ള പബ്ലിക് റിലേഷൻ ഏജൻസികളും മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെയും രംഗത്തുണ്ട്. തീവ്ര ഹിന്ദു വികാരം ആളിക്കത്തിക്കുന്നതിനും ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കെതിരായ സംഘടിത വിദ്വേഷമായി അതിനെ പരിണമിപ്പിക്കുന്നതിനും വേണ്ടിയാണിത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് അഭയാർത്ഥികളായി എത്തിയവർക്ക് പൗരത്വം നൽകുകയെന്ന പ്രതീതി പരത്തി ഒറ്റ നോട്ടത്തിൽ തികച്ചും നിഷ്കളങ്കമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കൊണ്ടുവന്നതാണ് പൗരത്വ ഭേദഗതി നിയമം. രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭമുയർന്നത് അതിലെ മുസ്ലിങ്ങൾ ഒഴികെയുള്ള എന്ന നിബന്ധന ഇന്ത്യൻ പൗരത്വത്തിന് മതബന്ധം സ്ഥാപിച്ചെടുക്കുന്നു എന്നതിനാലാണ്. രാജ്യത്തിന്റെ പൗരത്വം സംബന്ധിച്ച നിയമ ഭേദഗതിയിൽ മുസ്ലിങ്ങൾ ഒഴികെ എന്ന നിബന്ധന കൂട്ടിച്ചേർക്കുമ്പോൾ ആ നിയമ ഭേദഗതിക്ക് പിന്നിൽ അയൽ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്നവരോടുള്ള കരുണയല്ല, മറിച്ച് സ്വന്തം രാജ്യത്തെ മുസ്ലിങ്ങളെ അപരന്മാരാക്കാനുള്ള കുടില ബുദ്ധിയാണെന്ന തിരിച്ചറിവാണ് അതിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങാൻ വിവേകമതികളെ പ്രേരിപ്പിച്ചത്. പാർലമെന്റ് പാസാക്കിയെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാതെ നടപ്പാക്കൽ നീട്ടിക്കൊണ്ടുപോയ ഭേദഗതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൊടിതട്ടിയെടുക്കുന്നത് സാമുദായിക ധ്രുവീകരണം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണ്. അതെ, 2024 തെരഞ്ഞെടുപ്പിലും BJPയുടെ ആയുധം വിദ്വേഷം തന്നെ. രാമവിഗ്രഹ പ്രതിഷ്ഠയായാലും പൗരത്വ ഭേദഗതി നിയമമായാലും മുത്തലാഖ് നിരോധനമായാലും ഏകീകൃത സിവിൽ കോഡായാലും വിദ്വേഷം വളർത്താനുള്ള ഉപാധികൾ മാത്രം. അത് തിരിച്ചറിയേണ്ടത് രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കടമയാണ്.